ഇന്നത്തെ നമ്മുടെ വീഡിയോയ്ക്ക് ഒരു സ്പോൺസർ ഉണ്ട്. പുഷ് പ്രോട്ടോകോൾ ആണ്. പുഷ് പ്രോട്ടോകോൾ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ ലെയർ 1 ആൻഡ് ലെയർ 2 ബ്ലോക്ക് ചെയിനുകളിൽ വീഡിയോ സ്ട്രീമിങ്ങും ചാറ്റിങ്ങും ഉൾപ്പെടെയുള്ള കമ്മ്യൂണിക്കേഷൻ്റെ പല സാധ്യതകളും പ്രൊവൈഡ് ചെയ്യുന്ന ഒരു വെബ്3 ആപ്ലിക്കേഷനാണ്. ഇതിൻ്റെ നേറ്റീവ് ടോക്കൺ ആയിട്ടുള്ള പുഷ് എന്ന് പറയുന്ന ടോക്കൺ നമുക്ക് ഒട്ടുമിക്ക എല്ലാ എക്സ്ചേഞ്ചുകളിലും ട്രേഡ് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു ടോക്കണാണ്. കൂടുതൽ വിവരങ്ങൾ ഇതിൻ്റെ വെബ്സൈറ്റിൽ പോയി കണ്ടെങ്കിൽ കിട്ടും. ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട്, തീർച്ചയായിട്ടും പോയി ചെക്ക് ചെയ്യാം. നമസ്കാരം. ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിൻ്റെ 4ാമത്തെ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ക്രിപ്റ്റോ കറൻസി എന്താണ് എന്നും അതിലെങ്ങനെയാണ് ട്രേഡ് ചെയ്തുകൊണ്ട് പ്രോഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് നമ്മൾ ഈ ഒരു സീരീസ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. ആൻഡ് നമ്മൾ ഏറ്റവും ആദ്യം സംസാരിച്ചുകൊണ്ടിരുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയെ പറ്റിയിട്ടായിരുന്നു. കാരണം ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ടെക്നോളജിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. സോ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നും അതിൻ്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ റിയൽ ലൈഫ് യൂസ് കേസസ് ഓഫ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഈ ഒരു വിഷയത്തെ പറ്റിയിട്ടും നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ വീഡിയോസ് കാണാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പോയി കാണുക. ഇവിടെ ഐ ബട്ടണിൽ ഞാൻ അതിന്റെ പ്ലേലിസ്റ്റിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. എന്തുകൊണ്ട് നിങ്ങൾ ആ വീഡിയോ കാണണം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ ക്രിപ്റ്റോ കറൻസിയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ എന്ന് പറയുന്ന ടെക്നോളജിയാണ്. സോ എന്താണ് ബ്ലോക്ക് ചെയിൻ എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മാത്രമേ നിങ്ങൾക്ക് ക്രിപ്റ്റോ കറൻസി എന്താണ് എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുക എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. സോ ആ വീഡിയോസ് കണ്ടതിന് ശേഷം കൃത്യമായിട്ട് അതേ ഓർഡറിൽ തന്നെ കണ്ടതിന് ശേഷം മാത്രം ഈ ഒരു വീഡിയോയിലേക്ക് വരിക. ആൻഡ് തംബ്നെയിലും ടൈറ്റിലും ഒക്കെ നിങ്ങൾ കണ്ട പോലെ തന്നെ നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത് ക്രിപ്റ്റോ കറൻസിയെ പറ്റിയിട്ടാണ്. എന്താണ് ഈ ക്രിപ്റ്റോ കറൻസി എന്നുള്ള കാര്യം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്ന് സംസാരിക്കാനായിട്ട് പോകുന്നത്. സോ വീഡിയോ ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ക്രിപ്റ്റോ കറൻസി ഈ പേരിലുള്ള പോലെ തന്നെ ഇത് ഒരു കറൻസിയാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും. ആൻഡ് കറൻസി ആണ് എന്ന് പറയുമ്പോൾ എന്താണ് കറൻസി എന്നും ഏതൊക്കെ രീതിയിലുള്ള കറൻസി ആയിരുന്നു ഉണ്ടായിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും മനസ്സിലാക്കേണ്ടതുണ്ട്. സോ കറൻസി എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടെങ്കിൽ അതിന്റെ ഡെഫിനിഷൻ വരുന്നത് ഇങ്ങനെയാണ്: എ കറൻസി ഈസ് എ സ്റ്റാൻഡേർഡൈസേഷൻ ഓഫ് മണി ഇൻ എനി ഫോം ഇൻ യൂസ് ഓർ സർക്കുലേഷൻ ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച്. ഫോർ എക്സാമ്പിൾ ബാങ്ക് നോട്ട്സ് ആൻഡ് കോയിൻസ്. കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണത്തിന്റെ മറ്റൊരു രൂപമാണ് എന്നുള്ള കാര്യങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ആൻഡ് നമ്മളെല്ലാവരും നമ്മുടെ ഡെയിലി ലൈഫിൽ ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് ഈ കറൻസി എന്ന് പറയുന്നത്. നമ്മുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു കറൻസിക്ക് മുൻപ് ഏത് രീതിയിലായിരുന്നു ഈ ഒരു പണം എന്ന് പറയുന്ന സാധനത്തിനെ ഉപയോഗിച്ചിരുന്നത് എന്നുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ഏത് രീതിയിലായിരുന്നു ഇതുപോലെ ഈ പറയുന്ന രീതിയിലുള്ള ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ഏത് രീതിയിലായിരുന്നു നടന്നിരുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മൾ ചെറിയ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ഏറ്റവും ആദ്യം ബാർട്ടർ സമ്പ്രദായമായിരുന്നു, ബാർട്ടർ സിസ്റ്റം ആയിരുന്നു ഈ ഒരു കറൻസി ഒക്കെ വരുന്നതിന് മുൻപേ തന്നെ ആളുകൾ ഉപയോഗിച്ചിരുന്നത്. ബാർട്ടർ സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അറിയാത്തവർക്ക് വേണ്ടിയിട്ട് പറയുകയാണ്. ഇപ്പോൾ എൻ്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സാധനം ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 5 കിലോ അരി ഉണ്ട് എന്ന് വിചാരിക്കുക. ആൻഡ് മറ്റൊരാളുടെ കയ്യിൽ ഒരു 5 കിലോ പഞ്ചസാര ഉണ്ടെന്ന് വിചാരിക്കുക. ഞാൻ എൻ്റെ കയ്യിലുള്ള 5 കിലോ അരി കൊടുത്തുകൊണ്ട് അയാളുടെ കയ്യിലുള്ള 5 കിലോ പഞ്ചസാര വാങ്ങുന്ന ആ ഒരു സമ്പ്രദായത്തെയാണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റത്തിനെയാണ് ബാർട്ടർ സിസ്റ്റം എന്ന് പറയുന്നത്. ആൻഡ് ഈ കറൻസി എല്ലാം വരുന്നതിന് മുൻപ് നിലനിന്നിരുന്ന ഒരു സമ്പ്രദായം എന്ന് പറയുന്നത്, ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഈ ബാർട്ടർ സിസ്റ്റം ആയിരുന്നു. തീർച്ചയായിട്ടും ഈ ബാർട്ടർ സിസ്റ്റത്തിന് ഒരുപാട് പോരായ്മകളുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എൻ്റെ കയ്യിൽ 5 കിലോ അരി ഉണ്ട്, എനിക്ക് അയാളുടെ കയ്യിലുള്ള 5 കിലോ പഞ്ചസാര വാങ്ങണം. പക്ഷെ അയാൾക്ക് എൻ്റെ കയ്യിലിരിക്കുന്ന 5 കിലോ അരി ആവശ്യമില്ല എന്നുണ്ടെങ്കിൽ അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ട്രാൻസാക്ഷൻ അവിടെ നടക്കില്ല, അല്ലെങ്കിൽ ഈ ഒരു ട്രേഡ് അവിടെ നടക്കില്ല. സോ അത് തീർച്ചയായിട്ടും വളരെ വലിയ ഒരു പോരായ്മയാണ് ഈ ഒരു ബാർട്ടർ സിസ്റ്റത്തിൻ്റെ. അതുപോലെ തന്നെ ഇപ്പോൾ 5-10 കിലോ ഒക്കെ അരി ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് എനിക്ക് അയാൾക്ക് എത്തിച്ചു കൊടുക്കാനുള്ള സമയവും കുറച്ച് കൂടുതലായിട്ട് വരുന്നുണ്ട്. സോ അതും വളരെ വലിയൊരു പോരായ്മയാണ്. ആൻഡ് നമുക്കറിയാവുന്ന കാര്യമാണ്, ഏതൊരു കാര്യമായാലും നാളുകൾ കഴിയും തോറും നമുക്ക് പുരോഗമനം സംഭവിക്കും തോറും ആ പ്രശ്നങ്ങൾക്കെല്ലാം, അല്ലെങ്കിൽ നിലവിലുള്ള പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിഹാരമായിട്ടാണ് പുതിയ പുതിയ കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു ബാർട്ടർ സിസ്റ്റത്തിന് കുറച്ചുകൂടെ പുരോഗമനം സംഭവിച്ചിട്ടാണ്, അല്ലെങ്കിൽ ആ ഒരു സിസ്റ്റം അപ്പാടെ മാറിക്കൊണ്ടാണ് പുതിയ ഒരു സിസ്റ്റം ആയിട്ടുള്ള കോയിൻസ്, ഗോൾഡ് കോയിൻസും സിൽവർ കോയിൻസും ഒക്കെ വരുന്നത്. ആൻഡ് അതിനും ശേഷമാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന പേപ്പർ കറൻസിയുടെ ആദ്യ രൂപമൊക്കെ പ്രചാരത്തിൽ ഉണ്ടാവാനായിട്ട് തുടങ്ങിയിട്ടുള്ളത്. ആൻഡ് അങ്ങനെ പുരോഗമനം സംഭവിച്ചാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ഒരു നിലയിലെത്തിയിട്ടുള്ളത്. സോ പേപ്പർ കറൻസീസ് ഓൾറെഡി ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ആൻഡ് അതുകൂടാതെ ടെക്നോളജിയുടെ കൂട്ടുപിടിച്ചുകൊണ്ട് ഈ പണത്തിന്റെ വേറെ മറ്റ് പല രൂപങ്ങളും ഇന്ന് നിലവിലുണ്ട്. നമുക്കിന്ന് പണം ഉപയോഗിക്കാനായിട്ട് പേപ്പർ കറൻസീസ് തന്നെ വേണമെന്ന് യാതൊരു നിർബന്ധമില്ല. നമ്മുടെ കയ്യിൽ കാർഡുകളുണ്ട്, അതുപോലെ തന്നെ നമുക്ക് ഫോൺ പേ, ഗൂഗിൾ പേ പോലുള്ള UPI സംവിധാനങ്ങളുണ്ട്. നമുക്ക് ഡിജിറ്റലി പൈസ ട്രാൻസ്ഫർ ചെയ്യാനായിട്ടുള്ള മാർഗ്ഗങ്ങൾ ഇന്നുണ്ട്. സോ അതെല്ലാം തന്നെ നമുക്കൊരു പുരോഗമനത്തിന്റെ കാര്യമായിട്ട്, അല്ലെങ്കിൽ പുരോഗമനത്തിന്റെ ഭാഗമായിട്ട് കാണാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. ബാർട്ടർ
ബാർട്ടർ സിസ്റ്റത്തിൽ നിന്നും നമ്മൾ ഇന്ന് നിൽക്കുന്നത് ഏത് ലെവലിലാണ്, അല്ലെങ്കിൽ ഏതൊരു സിസ്റ്റത്തിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. സോ ഇതാണോ പണത്തിൻ്റെ ഏറ്റവും അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത്? ഇതിന് മേലേക്ക് ഇനി പുരോഗമിക്കാനായിട്ട് ഒന്നും എന്നുള്ള ചോദ്യങ്ങൾ തീർച്ചയായിട്ടും നിൽക്കേണ്ടായിരിക്കാം. നമുക്കറിയാവുന്ന പോലെ ബാർട്ടർ സിസ്റ്റത്തിൽ നിന്നും പുരോഗമിച്ചാണ് നമ്മൾ ഇന്ന് ഈ കാണുന്ന ഈ ഡിജിറ്റലി നമുക്ക് ട്രാൻസാക്ഷൻസ് നടത്താൻ സാധിക്കുന്ന രീതിയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത്. ആൻഡ് അടുത്തതായിട്ട് ഏതൊക്കെ രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് സാധിക്കുക? നമ്മൾ ഈ വന്ന വഴി തന്നെ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പരിശോധിച്ച് നോക്കാം. അതായത് ഞാൻ ഏറ്റവും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ബാർട്ടർ സിസ്റ്റത്തിന് ഒരുപാട് പോരായ്മകൾ ഉണ്ടായിരുന്നു. ആൻഡ് ആ പോരായ്മകൾ പരിഹരിച്ചുകൊണ്ടാണ് ഓരോ തവണയും ഓരോ പുരോഗമനം സംഭവിച്ച് ഓരോ പുതിയ രീതിയിലുള്ള കറൻസികളും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ടിരുന്നത്. മുൻപുണ്ടായിരുന്നതിൻ്റെ പല പോരായ്മകളും പരിഹരിച്ചുകൊണ്ടാണ്. ഓക്കെ, ആൻഡ് ഇപ്പോഴുള്ളതിൻ്റെ പല പോരായ്മകളും പരിഹരിച്ചുകൊണ്ട് വരുന്ന ഒരു കറൻസി ആയിരിക്കും ഇനി അങ്ങോട്ട് നല്ല രീതിയിൽ ഇപ്പോൾ ഉള്ള സിസ്റ്റത്തിനെ മൊത്തത്തിൽ അങ്ങോട്ട് മാറ്റിക്കൊണ്ട് നിലനിൽക്കാനായിട്ട് പോകുന്നത്. സോ അങ്ങനെ നിലവിലുള്ള ഈ പേയ്മെന്റ് സിസ്റ്റത്തിന് ബദലായിട്ട് വരാൻ സാധ്യതയുള്ള ഒരു കറൻസി എന്ന് പറയുന്നതാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഏകദേശം കാര്യങ്ങൾ മനസ്സിലായെന്ന് വിചാരിക്കുകയാണ്. ഇനി എന്താണ് ക്രിപ്റ്റോ കറൻസി, അതിന്റെ ഡെഫിനിഷൻ എന്താണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. എ ക്രിപ്റ്റോ കറൻസി ഈസ് എ ഡിജിറ്റൽ കറൻസി ഡിസൈൻഡ് ടു വർക്ക് ആസ് എ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് through a computer network that is not reliant on any central authority such as government or bank to uphold or maintain it. ഒരു കമ്പ്യൂട്ടർ നെറ്റ്വർക്കിലൂടെ മീഡിയം ഓഫ് എക്സ്ചേഞ്ച് ആയിട്ട് പ്രവർത്തിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ഒരു ഡിജിറ്റൽ കറൻസിയാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കറൻസി നോട്ടുകളെ പോലെ കാണാനോ സ്പർശിക്കാനോ ഒന്നിനും സാധിക്കാത്ത കംപ്ലീറ്റ്ലി ഡിജിറ്റലി മാത്രം നമുക്ക് ട്രാൻസാക്ഷൻസും കാര്യങ്ങളൊക്കെ ചെയ്യാൻ സാധിക്കുന്ന ഒരു പരിപാടിയാണ്, ഒരു ടെക്നോളജിയാണ് ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത്. അതൊരു ഡിജിറ്റൽ കറൻസിയാണ്, ഒരു ഡിജിറ്റൽ അസറ്റ് ആണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. നമ്മുടെ ഇന്നത്തെ കറൻസി സിസ്റ്റം കൊണ്ട് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ചെയ്യാനായിട്ട് സാധിക്കുക അതെല്ലാം തന്നെ നമുക്ക് ക്രിപ്റ്റോ കറൻസി ഉപയോഗിച്ചുകൊണ്ടും ചെയ്യാനായിട്ട് സാധിക്കും. എന്നാൽ ഇന്നത്തെ കറൻസി സിസ്റ്റത്തിനുള്ള പല പോരായ്മകളും പരിഹരിച്ചുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി പ്രവർത്തിക്കുന്നത് എന്ന് മാത്രം. ആൻഡ് എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ ഏതൊക്കെ പ്രശ്നങ്ങളാണ് ഇപ്പോഴുള്ള സിസ്റ്റത്തിന്റെ ഏതൊക്കെ പ്രശ്നങ്ങളാണ് ക്രിപ്റ്റോ കറൻസി പരിഹരിക്കാനായിട്ട് പോകുന്നത് എന്നുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ഈ ഒരു വീഡിയോയിൽ പറയാം. അതായത് നമ്മൾ ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കംപ്ലീറ്റ്ലി സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള രീതിയിലൂടെ മാത്രം നമുക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കറൻസിയാണ്. ഇപ്പോൾ കാർഡുകളായാലും അതുപോലെ തന്നെ ഓൺലൈൻ പേയ്മെന്റ്സ് ആയാലും എന്ത് തന്നെ ആയാലും ഒരു സെൻട്രൽ അതോറിറ്റിയുടെ കൺട്രോൾ അവിടെ എപ്പോഴും ഉണ്ടായിരിക്കും. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഓരോ രാജ്യത്തിൻ്റെയും കറൻസികൾ അല്ലെങ്കിൽ അവിടുത്തെ പണമിടപാടുകളും കാര്യങ്ങളും എല്ലാം തന്നെ കൺട്രോൾ ചെയ്യുന്നത് അവിടുത്തെ ഗവൺമെന്റും അതുപോലെ തന്നെ സെൻട്രൽ ബാങ്കും കാര്യങ്ങളൊക്കെ ആയിരിക്കും. സോ അവിടെ ഒരു സെൻട്രലൈസ്ഡ് സിസ്റ്റം വഴിയാണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത്. സോ സെൻട്രലൈസ്ഡ് സിസ്റ്റത്തിന്റെ ഏറ്റവും വലിയ പോരായ്മകൾ എന്താണെന്നുള്ള കാര്യങ്ങൾ കഴിഞ്ഞ 3 വീഡിയോസും കണ്ടിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും മനസ്സിലാകുന്നതായിരിക്കും. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് തന്നെ നിങ്ങൾ UPI പേയ്മെന്റ്സ് ഒക്കെ നടത്തുമ്പോൾ അല്ലെങ്കിൽ കാർഡ് പേയ്മെന്റ്സ് ഒക്കെ നടത്തുമ്പോൾ പല തവണ ട്രാൻസാക്ഷൻ എറേഴ്സ് നിങ്ങൾക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടായിരിക്കും. ഇപ്പോൾ ഏതെങ്കിലും ഷോപ്പിൽ പോയിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിയിട്ട് നിങ്ങളത് UPI വഴി അതിന് പേ ചെയ്യാനായിട്ട് നോക്കുമ്പോൾ പല തവണ അതിൻ്റെ സെർവർ ഇഷ്യൂസും അതുപോലെ തന്നെ മറ്റുള്ള പല പ്രശ്നങ്ങളും നിങ്ങൾ നേരിട്ടിട്ടുണ്ടായിരിക്കും. സോ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു അതോറിറ്റി കൺട്രോൾ ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ അവിടെ ഈ പറഞ്ഞ പോലുള്ള സെർവർ ഡൗൺ ആവുന്ന രീതിയിലുള്ള കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള പല എററുകളും സംഭവിക്കാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പരിധിയിൽ കൂടുതലായിട്ടുള്ള ട്രാൻസാക്ഷൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ UPI ആപ്പ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ കാർഡുകൾ വഴിയോ ഒന്നും നിങ്ങൾക്ക് നടത്താനായിട്ട് സാധിക്കില്ല എന്നുള്ള കാര്യങ്ങളും ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇപ്പോൾ UPI ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി 1 lakhോ മറ്റോ ആണ് നമുക്ക് ഒരു ദിവസം UPI വഴി അയക്കാൻ സാധിക്കുന്ന മാക്സിമം എമൗണ്ട് എന്ന് പറയുന്നത്. സോ അതിനും കൂടുതലായിട്ട് നിങ്ങൾക്ക് ഒരു ദിവസം പൈസ അയക്കാനായിട്ട് സാധിക്കില്ല UPI വഴിയൊന്നും. സോ അത് തീർച്ചയായിട്ടും ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് അതുപോലെ തന്നെ ഹാക്കിംഗ് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. ഇതൊരു സെൻട്രലൈസ്ഡ് സിസ്റ്റം ആയതുകൊണ്ട് തന്നെ, അതായത് ഇത് സെൻട്രലൈസ്ഡ് സിസ്റ്റമാണ്, ഒരു സെൻട്രൽ അതോറിറ്റി ഇതിനുള്ളത് കൊണ്ട് തന്നെ ആ ഒരു സെൻട്രൽ അതോറിറ്റിക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം തന്നെ തകിട് പൊടിയാവും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതായത് ഒരു സിംഗിൾ സെർവർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ബാങ്കിൻ്റെ സിംഗിൾ സെർവർ ഹാക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിലുള്ള എല്ലാ ആളുകളുടെയും അല്ലെങ്കിൽ ആ ബാങ്കിൽ അക്കൗണ്ടുള്ള എല്ലാ ആളുകളുടെയും പൈസയും കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് സാധിക്കുമെന്ന് പറയുന്ന പോലെ തന്നെ വളരെയധികം സേഫ്റ്റി കുറവുള്ള ഒരു കാര്യമായിട്ട് നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സിസ്റ്റത്തിന് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പോഴുള്ള സിസ്റ്റത്തെ നമുക്ക് എടുക്കാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ പൈസ ആയാൽ പോലും നമുക്ക് മറ്റൊരാൾക്ക് അയച്ചു കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഒരു തേർഡ് പാർട്ടിയുടെ അനുവാദം, ഒരു പെർമിഷൻ അവിടെ ആവശ്യമായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഒരു ലിമിറ്റിൽ കൂടുതലായിട്ടുള്ള ട്രാൻസാക്ഷൻസോ കാര്യങ്ങളോ നമുക്ക് അവിടെ സാധ്യമല്ല. നമ്മുടെ ഫണ്ടോ കാര്യങ്ങളോ 100% സേഫ് ആണെന്നുള്ള കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഒരു ഹാക്കിംഗ് ഇഷ്യൂസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫണ്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലുണ്ട്. ആൻഡ് ഒരുപാട് ടെക്നിക്കൽ എററുകൾ, ഒരുപാട് സെർവർ ഇഷ്യൂസ് ആയാലും പലതരത്തിലുള്ള എററുകൾ നമുക്ക് സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഇപ്പോഴത്തെ സിസ്റ്റത്തിന് തീർച്ചയായിട്ടും ഉണ്ട്. ആൻഡ് ഇതെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ആ ഒരു ടെക്നോളജി
ടെക്നോളജിയുടെ എനിക്ക് ക്രിപ്റ്റോ കറൻസിയെ ഒരു ടെക്നോളജി എന്ന് വിളിക്കാനാണ് കൂടുതൽ താല്പര്യം. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് അല്ലെങ്കിൽ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് ക്രിപ്റ്റോ കറൻസി തന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ക്രിപ്റ്റോ കറൻസിയുടെ ബേസിക് എന്ന് പറയുന്നത് ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയാണ്. ആൻഡ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി ഏതൊക്കെ രീതിയിലാണ് ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത് എന്നുള്ള കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ പഠിച്ചു കഴിഞ്ഞു. നമ്മൾ കഴിഞ്ഞ 3 വീഡിയോകളിലായിട്ട് ആ കാര്യങ്ങൾ തന്നെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാനത് ഇവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്നില്ല. സോ അതുകൊണ്ട് തന്നെയാണ് ക്രിപ്റ്റോ കറൻസി ഒരു പുതിയ പണത്തിന്റെ ഒരു പുതിയ രൂപമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുണ്ട്, ഒരുപാട് ക്രിപ്റ്റോ കറൻസി പ്രൊജക്റ്റുകളുണ്ട്. ഇതെല്ലാം തന്നെ കംപ്ലീറ്റ്ലി പേയ്മെന്റിന് മാത്രം വേണ്ടി അല്ലെങ്കിൽ ഈ ഒരു പണമിടപാട് നടത്തുവാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള കാര്യങ്ങളല്ല. നമുക്ക് ഏറ്റവും ക്രിപ്റ്റോ കറൻസി എന്ന് പറയുമ്പോൾ ഏറ്റവും നമ്മുടെ മനസ്സിലേക്ക് വരിക ബിറ്റ്കോയിൻ എന്ന് പറയുന്ന ക്രിപ്റ്റോ കറൻസി ആയിരിക്കും. ലോകത്തിലെ തന്നെ ഏറ്റവും ആദ്യത്തെ ക്രിപ്റ്റോ കറൻസിയും ബിറ്റ്കോയിൻ ആണ്. ബിറ്റ്കോയിനെ കൂടാതെ ഒരുപാട് ക്രിപ്റ്റോ കറൻസികൾ ഇന്ന് നിലവിലുണ്ട്. അതെല്ലാം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ഒരു പണമിടപാട് എന്ന് പറയുന്ന ആ ഒരു സംഗതിക്ക് വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ളതല്ല. ബിറ്റ്കോയിൻ തീർച്ചയായിട്ടും അതിന് വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ആൻഡ് ബിറ്റ്കോയിനെ പറ്റിയിട്ടുള്ള വിശദമായിട്ടുള്ള വീഡിയോ വരുന്നുണ്ട്. സോ അപ്പോൾ ഞാൻ അതിനെ പറ്റിയിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ബിറ്റ്കോയിൻ എന്താണെന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഞാൻ അപ്പോൾ പറയാം. അപ്പോൾ ഈ എല്ലാ ക്രിപ്റ്റോ കറൻസികളും ഞാൻ പറഞ്ഞല്ലോ, ബിറ്റ്കോയിൻ അല്ലാതെ ഒരുപാട് ക്രിപ്റ്റോ കറൻസികളുണ്ട്. ഈ എല്ലാ ക്രിപ്റ്റോ കറൻസികളും പൊതുവായിട്ട് ഏത് രീതിയിലാണ് നമുക്കൊരു ട്രാൻസാക്ഷൻ എന്ന് പറയുന്ന ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് ഏത് രീതിയിലാണ് നമുക്ക് അവിടെ ചെയ്യാനായിട്ട് സാധിക്കുക എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വാലറ്റ് ഉണ്ടായിരിക്കും. ഈ ക്രിപ്റ്റോ കറൻസികൾ സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ടുള്ള ഒരു വാലറ്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ആൻഡ് ഈ ഒരു വാലറ്റിൽ നിന്നും നിങ്ങൾക്ക് നിങ്ങളുടെ സുഹൃത്തിൻ്റെ വാലറ്റിലേക്ക് ഈ പൈസ അല്ലെങ്കിൽ ഈ പണം അയക്കണമെന്നുണ്ടെങ്കിൽ ഈ ക്രിപ്റ്റോ കറൻസി അയക്കണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് അയാളുടെ വാലറ്റ് അഡ്രസ്സ് വാങ്ങിക്കുക. സിമ്പിളായിട്ട് ആ വാലറ്റ് അഡ്രസ്സിലേക്ക് ഇത്ര എമൗണ്ട് അയക്കണം എന്നുള്ള കാര്യങ്ങൾ ഒരു റിക്വസ്റ്റ് അവിടെ കൊടുക്കുക. സിമ്പിളായിട്ട് നിങ്ങളുടെ ബാലൻസിൽ കൃത്യമായിട്ട് ആ എമൗണ്ട് ഉണ്ടോ എന്നുള്ള കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെക്കിങ്ങും കാര്യങ്ങളും നടന്ന് അപ്പോൾ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ആ ഒരു വാലറ്റ് അഡ്രസ്സിലേക്ക് ഈ എമൗണ്ട് ട്രാൻസാക്ഷൻ നടക്കുന്നതായിരിക്കും. ആൻഡ് ഈ ഒരു ട്രാൻസാക്ഷൻ കൃത്യമായിട്ട് ആ ഒരു ബ്ലോക്ക് ചെയിനകത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരിക്കും. ആർക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും ഈ ഒരു ട്രാൻസാക്ഷൻ പരിശോധിക്കാനും കൃത്യമായിട്ട് അത് നടന്നിട്ടുണ്ടെന്നുള്ള കാര്യങ്ങൾ ഉറപ്പുവരുത്താനും സാധിക്കുമെന്നുള്ളതാണ്. സോ വളരെയധികം ട്രാൻസ്പെറൻറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ നമുക്ക് മൂന്നാമതൊരാളുടെ അനുവാദം ആവശ്യമായിട്ട് വരുന്നില്ല. ഇപ്പോൾ നമ്മുടെ UPI പേയ്മെൻറ്റ്സ് ഒക്കെ ആണെങ്കിൽ നമുക്ക് ബാങ്കിൻ്റെ പെർമിഷൻ ഇല്ലാതെ ഈ കാര്യങ്ങൾ ഈ ഒരു ട്രാൻസാക്ഷൻ നടക്കില്ല. എന്നാൽ ബ്ലോക്ക് ചെയിൻ്റെ കാര്യത്തിലേക്ക് ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആരുടെയും അനുവാദം കൂടെ ആവശ്യമായിട്ട് വരുന്നില്ല. നമ്മുടെ കയ്യിൽ ഫണ്ട് ഉണ്ടോ നമുക്ക് അയാളുടെ കയ്യിലേക്ക് അയാളുടെ അഡ്രസ്സിലേക്ക് സിമ്പിളായിട്ട് വളരെ പെട്ടെന്ന് തന്നെ ഇത് അയച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. ആൻഡ് ഇവിടെ ഒട്ടും തന്നെ ലിമിറ്റ് വരുന്നില്ല. ഇത്ര ലിമിറ്റ് മാത്രമേ ഒരു ദിവസം ഇത്ര മാത്രമേ അയക്കാൻ പാടുള്ളൂ എന്നുള്ള കാര്യങ്ങളും ഇല്ല. ഏത് രാജ്യത്തേക്ക് വേണമെങ്കിലും എപ്പോൾ വേണമെങ്കിലും അയക്കാം എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ഇപ്പോൾ ബാങ്കൊക്കെ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൃത്യമായിട്ട് ബാങ്കിങ് അവേഴ്സ് ഉണ്ടായിരിക്കും. എല്ലാ ദിവസവും നമുക്ക് ബാങ്കിൽ പോയിട്ട് പണമിടപാട് നടത്താനായിട്ട് സാധിക്കില്ല. എന്നാൽ ക്രിപ്റ്റോ കറൻസിയുടെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ 24/7 ഇത് ഓപ്പൺ ആയിരിക്കും. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എവിടേക്ക് വേണമെങ്കിലും എത്ര വേണമെങ്കിലും പൈസ അയക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യം കൂടിയാണ് ഈ ക്രിപ്റ്റോ കറൻസിയിലുള്ളത്. സോ ഇതുകൊണ്ടാണ് ക്രിപ്റ്റോ കറൻസി ഭാവിയിലെ കറൻസിയാണ്, ഫ്യൂച്ചർ മണിയാണ് എന്നുള്ള കാര്യങ്ങൾ പല ആളുകളും അഭിപ്രായപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പല ആളുകളും വിശ്വസിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. കാരണം ഇപ്പോഴുള്ള സിസ്റ്റത്തിൻ്റെ ഒരുപാട് പോരായ്മകൾ പരിഹരിക്കാൻ വേണ്ടി തന്നെയാണ് ഈ ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിൻ ഉൾപ്പെടെയുള്ള പല ക്രിപ്റ്റോ കറൻസികളും ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. സോ അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഭാവിയിൽ വളരെ വലിയ മാറ്റം ക്രിപ്റ്റോ കറൻസികൾ നമ്മുടെ ലോകത്ത് കൊണ്ടുവരുമെന്ന് അടിയുറച്ച് വിശ്വസിക്കുന്ന ആളുകളുണ്ട്. തീർച്ചയായിട്ടും ഞാൻ വിശ്വസിക്കുന്നുണ്ട്. സോ ഈ ഒരു ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് സീരീസിൽ ഇതുവരെ നമ്മൾ എന്താണ് ബ്ലോക്ക് ചെയിൻ ടെക്നോളജി എന്നും അതെങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്നും അതിന്റെ അഡ്വാൻറ്റേജസ് എന്താണ്, ഡിസഡ്വാൻറ്റേജസ് എന്താണ്, റിയൽ ലൈഫ് യൂസ് കേസസ് എന്താണ് ആൻഡ് ക്രിപ്റ്റോ കറൻസി എന്താണെന്നുള്ള കാര്യങ്ങൾ വരെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഇനി അങ്ങോട്ട് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് എന്താണ് ബിറ്റ്കോയിൻ എന്നും എങ്ങനെയാണ് ബിറ്റ്കോയിൻ പ്രവർത്തിക്കുന്നത് എന്നും ആൻഡ് ഈ ഒരു ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മറ്റ് പല കാര്യങ്ങളും ആൻഡ് അതിനുശേഷം നമ്മൾ ട്രേഡിംഗിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ ക്രിപ്റ്റോ കറൻസി വാങ്ങിക്കുക, എങ്ങനെയാണ് വിൽക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ പഠിക്കുന്നതായിരിക്കും. സോ എല്ലാവരും തന്നെ കൃത്യമായിട്ട് പഠിക്കാനായിട്ട് ശ്രമിക്കുക. കൃത്യമായിട്ട് വീഡിയോസ് ഒട്ടും തന്നെ സ്കിപ്പ് ചെയ്ത് കാണാനായിട്ട് ശ്രമിക്കുക. അടുത്ത വീഡിയോയിൽ കാണാം.